നമസ്കാരം. സിറ്റി കളക്ഷൻസിൻ്റെ പുതിയൊരു ബ്യൂട്ടി പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമുക്കറിയാം, ഒത്തിരി ഈ ഹെയർ കട്ടിൻ്റെ പുതിയ മാനങ്ങൾ കണ്ടെത്തി. ഇന്ന് മലയാളത്തിൽ എങ്ങനെ ഹെയർ കട്ട് ചെയ്യുമെന്ന് ഹരീഷൻ സാറിനെ അറിയാത്ത ഒരു ആളില്ല. ഏതൊക്കെ രീതിയിൽ ഹെയർ കട്ടുകൾ ചെയ്യാം, എങ്ങനെ സിമ്പിളാക്കാം. ഇപ്പോൾ കാണാൻ പറ്റുന്ന ഇന്ന് കാണുന്ന വലിയ വലിയ പാർലറുകളിലൊക്കെ ഉള്ള ആളുകൾ ഈ സാറിൻ്റെ കൂടെ പഠിച്ച ആളുകൾ തന്നെ, അല്ലെങ്കിൽ സാറ് പഠിപ്പിച്ച ആളുകൾ തന്നെ ഒത്തിരിയുള്ളു. അപ്പോൾ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് പുതിയ സബ്ജക്റ്റുകളെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഹരീഷൻ ഹെയർ അക്കാഡമി ഉണ്ട്. ഇന്ന് തിരുവനന്തപുരത്ത് വലിയ നിലയിൽ പ്രവർത്തിക്കുന്നു. ഒത്തിരി സ്റ്റുഡൻസുകളുണ്ട്, ഒരുപാട് പേരെ പഠിപ്പിക്കുന്നു. അദ്ദേഹമാണ് നമുക്കുള്ളത്. സാധാരണ എല്ലാവരും പറയും മേക്കപ്പിനേക്കാളും പ്രാധാന്യം ഞങ്ങൾ കാണുന്നത് ഹെയർ കട്ടിനാണ്. ഒരു ഹെയർ കട്ടിൽ തന്നെ അവരുടെ ആ ഫേസിനനുസരിച്ച് കൊണ്ട് എങ്ങനെ ഹെയർ കട്ട് ചെയ്യണം, അത് നല്ലൊരു ടെക്നീഷ്യൻ, നല്ലൊരു ട്രെയിനർ അല്ലെങ്കിൽ നല്ലൊരു ഹെയർ കട്ടർക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് തലയുടെ പല ഷേപ്പുകൾ കാണാൻ പറ്റും, മുഖത്തിൻ്റെ ഭാവങ്ങൾ കാണാൻ പറ്റും. ഒക്കെ അതിനനുസരിച്ച് ഒരു മുഖത്തിന് അനുയോജ്യമായ രീതിയിൽ എങ്ങനെ നമുക്ക് ഒരു ഹെയർ കട്ട് ചെയ്യണം, ആ ഹെയർ കട്ട് ചെയ്യുന്നു. ആ ഹെയർ കട്ട് ചെയ്യുക മാത്രമല്ല, അതെങ്ങനെ സെറ്റ് ചെയ്യണം, അത് റോളർ കോമ്പ് ഉപയോഗിച്ച് സെറ്റ് ചെയ്യും. അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ ഹരീഷിൽ കണ്ടത്. കാരണം വെട്ടിപ്പോയാൽ മാത്രം പോരാ, അത് വീട്ടിൽ പോയി എന്ത് ചെയ്യും എന്ന് പഠിപ്പിച്ചുകൊണ്ട് ആ ഹെയർ കട്ടിന് അതുപോലെ, കാരണം അടുത്ത പ്രാവശ്യം വെട്ടാൻ വരുമ്പോഴും അതിൻ്റെ സ്റ്റൈല് മാറാതെ നിൽക്കുന്നു. പല ആളുകളും വെട്ടുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, വെട്ടുന്ന ദിവസം തന്നെ നല്ല ഭംഗിയായിരിക്കും. വീട്ടിൽ പോയിട്ട് 2 ദിവസം കുളിച്ച് കഴിഞ്ഞാൽ കോഴി വെള്ളത്തിൽ വീണ പോലെ. അതില്ലാതെ അതിൻ്റെ വീട്ടിൽ പോയാൽ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം, അവിടെയാണ് ഹെയർ കട്ടിൻ്റെ ഭംഗി വരുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഇന്ന് ഹെയർ കട്ടിൻ്റെ പുതിയൊരു വേർഷൻ. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഹരീഷൻ സാറുണ്ട്. നിങ്ങൾ ഹരീഷൻ സാറിൻ്റെ ബുക്കുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. ഹരീഷൻ സാറിൻ്റെ അക്കാഡമിയിൽ അതിലൊക്കെ നിങ്ങൾ ഇതാക്കണം. ഇത്തരം ഹെയർ കട്ടുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പുതിയ കാര്യങ്ങൾ ഞങ്ങളെ സിറ്റി കളക്ഷൻസിന് വിളിക്കണം. കേരളത്തിൽ തന്നെ ബ്യൂട്ടി പാർലർ രംഗത്ത് ഒത്തിരി എനിക്ക് തോന്നുന്നു 5-6 പാർലറുകൾ ഡെയിലി ദൈവം സഹായിച്ച് ഞങ്ങൾക്ക് തുറക്കാൻ കഴിയുന്നുണ്ട്. അത്തരത്തിലുള്ള കസ്റ്റമേഴ്സ് ഞങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ കൊടുക്കുന്ന അത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ കൊണ്ടായിരിക്കണം ദൈവം ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് ബ്യൂട്ടി പാർലറുകൾ തുടങ്ങാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വർക്കുകൾ നിങ്ങളുടെ എൻ്റെ നമ്പർ 9605351230 ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതൊക്കെ വർക്കുകളാണ്, ഹരീഷൻ സാറിൻ്റെ ഹെയർ കട്ടുകൾ കാണാം. അതുപോലെ തന്നെ അതോടൊപ്പം നിൽക്കുന്ന ഒരുപാട് ട്രെയിനേഴ്സിൻ്റെ കാണാം. സിറ്റി കളക്ഷൻസിൻ്റെ 10ഓളം മേക്കപ്പിൻ്റെ ട്രെയിനിങ് ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് കാണാം. തീർച്ചയായിട്ടും സിറ്റി കളക്ഷൻ കൊച്ചി യൂട്യൂബ് വാച്ച് ചെയ്യുക. ഒരുപാട് പുതിയ സംഭവങ്ങളുമായിട്ട് ഞങ്ങളുണ്ടാവും. ബൈ ആൻഡ് ലേട്ടൻ. നമസ്കാരം. സിറ്റി കളക്ഷൻ്റെ ഇതുപോലത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതൊരു പുതിയ തരത്തിലുള്ള ഹെയർ കട്ട്, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് അല്ലാതെ വളരെ ഈസി ആയിട്ട് ചെയ്യാം. നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യമനുസരിച്ച് എത്രയും നന്നായിട്ട് നമുക്ക് എത്ര വേഗത്തിൽ നമുക്ക് ഹെയർ കട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ വേഗത്തിൽ പഠിക്കാൻ പറ്റും. വളരെ കോംപ്ലിക്കേറ്റഡ് ഹെയർ കട്ട് നിങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പ്രയാസമായിരിക്കും. എങ്ങനെ ഈസി ആയിട്ട് നമുക്കൊരു ഹെയർ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ലെയർ കട്ട് ചെയ്യാം, അത്തരത്തിലുള്ള ഹെയർ കട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. വളരെ ഈസി ആയിട്ട് നിങ്ങൾ ആദ്യം ഇത് ഒരു യു ഷേപ്പ് ആക്കുക. ഇപ്പോൾ ഏതിനും ഒരു ബേസ് ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ ഇത്ര ലെങ്തുള്ള മുടിയാണ്. ഇതിനകത്ത് ലെയർ കട്ട് കിട്ടുമ്പോൾ ഒരു ഭംഗിയാണെങ്കിൽ ഏകദേശം ഇത്രയും നീളത്തോളം ഉള്ള ലെങ്തിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ആ ഹെയർ കട്ടിനകത്ത് നമുക്ക് നല്ല ലെയർ കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആദ്യം അതിനെ ഒരു യു ഷേപ്പിലേക്ക് കൊണ്ടുപോകണം. സെക്ഷനിങ് ചെയ്ത് നമ്മൾ ഹെയർ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹെയർ കട്ടിങ്ങിന് കൂടുതൽ ഫിനിഷിങ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മൾ സെക്ഷൻ ചെയ്ത് വെട്ടുന്നത്. സെക്ഷൻ ചെയ്ത് വെട്ടി കഴിഞ്ഞാൽ നമുക്ക് ഹെയർ കട്ട് ചെയ്ത് കഴിയുമ്പോഴും അതിന് ലെങ്ത് എല്ലാം ഈക്വലൈസ് ചെയ്ത് ചെയ്യാൻ സാധിക്കും.
നമുക്ക് ഈ യു ഷേപ്പിനകത്ത് വളരെ ഈസി ആയിട്ട് എങ്ങനെ ലെയർ കട്ട് ചെയ്യാം എന്ന് നോക്കുക. ഇത് നമ്മളിപ്പോൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ ഇതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുക. 4ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം ഈ 4ആയിട്ട് ഡിവൈഡ് ചെയ്തതിനെ വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുക. ഇത് 4ആയിട്ട് നമ്മൾ മൊത്തം ഡിവൈഡ് ചെയ്തു. അത് ഇയർ ടു ഇയർ പോർഷനും ക്രൗൺ ഏരിയ ടു നേപ്പ് ഏരിയ വരും. അങ്ങനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തതിന് വീണ്ടും 4ആയിട്ട്, അപ്പോൾ മൊത്തം ടോട്ടൽ 8 സെക്ഷൻ കിട്ടും. ഈ 8 സെക്ഷനിൽ ഒരു സെക്ഷൻ എടുക്കുക. ഈ ഒരു സെക്ഷൻ എടുത്തിട്ട് ക്ലയൻസിനോട് ചോദിച്ച് എത്ര ലെങ്തിൽ നമ്മൾ ലെയർ കട്ട് വേണമെന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ചോദിക്കുക. അതനുസരിച്ച് നമ്മളിതാണ് ആവശ്യപ്പെട്ടിരിക്കുന്ന ഷോൾഡർ ലെങ്തിന് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഷോൾഡർ ലെങ്തിൽ ഒരു ലെയർ എടുക്കുക. ആ ഒരു ലെയറിനെ നമ്മൾ ഈ ഷോൾഡർ ലെങ്തിൽ പിടിച്ച് ഇവിടെ കൊണ്ട് കട്ട് ചെയ്ത് നേരെ മുകളിൽ കൊണ്ടുവന്ന് ഗൈഡ് ലൈൻ ഉണ്ടാക്കുക. ഓക്കെ. അതിനുശേഷം ഈ ഒരു ഗൈഡ് ലൈൻ വെച്ചുകൊണ്ട് ഫുൾ മുടി വെട്ടാം. ഗൈഡ് ലൈൻ നോക്കുക. ആ ഗൈഡ് ലൈനിൽ കൊണ്ടുവന്ന് കട്ട് ചെയ്യുക. വീണ്ടും ആ ഗൈഡ് ലൈൻ അടുത്തൊരു സെക്ഷനിലേക്ക് മാറ്റുക. ഈ മുടിയെ തന്നെ ഗൈഡ് ലൈൻ മാറ്റിയതിന് ശേഷം ഈ ഒരു മുടിയെ തന്നെ വീണ്ടും ഒരു 45 ഡിഗ്രി ആംഗിളിൽ ഒരു സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്യുക. ആ മുടിയെ തന്നെ ഒരു 90 ഡിഗ്രി ആംഗിളിൽ വീണ്ടും ഒരു ലെയർ വെട്ടുക. ഈ ഗൈഡ് ലൈൻ അടുത്ത സെക്ഷൻ എടുത്തിട്ടേക്കുന്ന അതേ ഗൈഡ് ലൈനിൽ തന്നെ വീണ്ടും നേരത്തെ വെട്ടിയ പോലെ തന്നെ വെട്ടുക. ഗൈഡ് ലൈൻ മാറ്റിയിടുക. ഒരു 45 ഡിഗ്രി ആംഗിളിൽ വെട്ടുക. വീണ്ടും ഒരു 90 ഡിഗ്രി ആംഗിൾ. വീണ്ടും അടുത്ത സെക്ഷനിൽ നമ്മൾ എടുത്ത പോലെ തന്നെ അടുത്ത സെയിം എല്ലാം ഒരേപോലെ റിപ്പീറ്റ് ചെയ്താൽ മതി എല്ലായിടത്തും. ഗൈഡ് ലൈൻ മാറ്റിയിടുക. അടുത്ത സെക്ഷനും അതുപോലെ തന്നെ. പിന്നെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മൾ ഗൈഡ് ലൈൻ വെട്ടി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഗൈഡ് ലൈൻ മാറ്റിയിട്ടേക്കണം, അല്ലെങ്കിൽ ലെങ്ത് കുറഞ്ഞു പോകും.
ഗൈഡ് ലൈൻ അപ്പുറ സൈഡിലോട്ട് ഇടുക, അതിന് ശേഷം വെട്ടുക. അപ്പുറ സൈഡും അതേപോലെ തന്നെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിന് 4 സെക്ഷനായിട്ട് ഈ വെട്ടിയിട്ടേക്കുന്നതെല്ലാം കറക്റ്റാണെന്ന് ചെക്ക് ചെയ്യുന്നു. നമ്മൾ ഹെയർ കട്ട് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിച്ചാതെ സെയിം ലെങ്തിൽ തന്നെ, ലെങ്ത് ഒട്ടും കുറയ്ക്കാതെ തന്നെ അടിവശത്ത് നമുക്ക് ആവശ്യമുള്ള ലെയറായി. നമുക്ക് മുടി എങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട് നോക്കാം. നോർമലായിട്ട് നമ്മൾ ഈ മുടി സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്ലയൻസിനോടുകൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ഈ ഫുൾ മുടിയെ നമ്മൾ മുകളിലോട്ട് കോമ്പ് ചെയ്യുക. ഇപ്പോൾ നോർമലായിട്ട് വെറുതെ നമ്മളൊന്ന് മുടിയത് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫുൾ മുടിയെ നമ്മൾ മുകളിലോട്ട് കോമ്പ് ചെയ്യുക, അതിനുശേഷം ചുരുട്ടി വയ്ക്കുക. ഇതുപോലെ കുട പോലെ ആക്കിയെടുത്തിട്ട് ഈ മുടിയെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ചുറ്റി വയ്ക്കുക. ഇത് ക്ലയൻസിന് സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ അവരോട് നിർബന്ധമായിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇല്ലായെങ്കിൽ മുടി വെട്ടി കഴിയുമ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നിങ്ങൾ സെറ്റ് ചെയ്യുന്ന എഫക്റ്റേക്ക് മുടി വരത്തില്ല. അപ്പോൾ വെട്ടുന്ന ആൾക്ക് തന്നെ കുറ്റം വരുന്നത്. അത് കാരണം നിങ്ങളിത് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ മുടി. പക്ഷേ ഓയിലിൻ്റെ കണ്ടൻറ്റോ കണ്ടീഷൻ അധികമായി പോയി കഴിഞ്ഞാലും മുടി ഇരിക്കത്തില്ല. ഇങ്ങനെ ചുറ്റി വെച്ചിട്ട് കിടക്കാൻ പറയാം. നേരം എടുത്ത് മുടി അടിച്ചിട്ട് കഴിയുമ്പോഴത്തേനും ഫുള്ളായിട്ട് ലെയറായിട്ട് വരും. ഒക്കെ നേരത്തെ ബുക്കിൻ്റെ കാര്യത്തെപ്പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഒരു ബ്യൂട്ടീഷ്യൻ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ബ്യൂട്ടീഷ്യൻസ് ഗൈഡ് ലൈൻ എന്ന് പറഞ്ഞിട്ട് ഈ ബുക്ക് വന്നിരിക്കുന്നത്. ഇതിനകത്ത് സ്കിന്ന്, ഹെയർ, മേക്കപ്പ്, ഹെയർ സ്റ്റൈല്, അതുപോലെ മെഹന്തി ഡിസൈനിങ്, ഒരു ബ്യൂട്ടി പാർലർ എങ്ങനെ മാനേജ് ചെയ്യാം, ബാക്ടീരിയോളജി എന്താണ്. ഇപ്പോൾ നമുക്കറിയാം കൊറോണയൊക്കെ ആയിരുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു ബാക്ടീരിയോളജിയോട് നമ്മുടെ പാർലർ എങ്ങനെ നമുക്ക് ഹൈജീനിക് ആക്കി വെക്കാൻ പറ്റും, ഏതെല്ലാം സാധനങ്ങളാണ്, കെമിക്കൽസാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ നമുക്ക് ധാരാളം ഉണ്ടെന്നറിയാം. ആ മാനസിക പിരിമുറുക്കങ്ങൾ നമുക്ക് എങ്ങനെ അതിജീവിക്കാൻ പറ്റും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് ഈ ബുക്ക് ഇറക്കിയിരിക്കുന്നത്. ഈ ബുക്ക് നിങ്ങൾക്ക് 2999 രൂപയാണ് ബുക്കിൻ്റെ വില. നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാർ നിങ്ങൾ സിറ്റി കളക്ഷനായിട്ട് ബന്ധപ്പെടാം. ഇല്ലെങ്കിൽ എൻ്റെ നമ്പർ 9446967165 എന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബുക്ക് കിട്ടുന്നതാണ്.
സെറ്റിങ് കഴിഞ്ഞിരിക്കുകയാണ്, നോക്കാം നമുക്ക്. ഇപ്പോൾ നേരത്തെ പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ലെയർ കട്ട് കറക്റ്റായിട്ട് ലെയർ ഫോം ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് വശം എപ്പോഴും നമ്മൾ ഹെയർ കട്ട് ചെയ്തിട്ട് മുൻവശമാണ് ഹെയർ കട്ടിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മളൊന്ന് സ്റ്റൈൽ ചെയ്ത് ഏതെങ്കിലും ഒരു വശത്തേക്ക് നമ്മൾ നല്ലതായിട്ടൊന്ന് സ്റ്റൈൽ ചെയ്ത് വിടുക. ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു സൈഡിലോട്ട് സ്റ്റൈൽ ചെയ്യാം. ഇനി ഈ രണ്ട് സൈഡിലും മുടി എടുത്ത് നമുക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലും ഒരു മോഡേൺ സ്റ്റൈലിലേക്ക് നമുക്ക് ആ ലെയർ കട്ടിനെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്.